അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ കാഫിറൂൻ്റെ താഴെയുള്ള 5 സൂറത്തുകളോളം നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇന്ന് സൂറത്തുൽ കാഫിറൂനാണ് ക്ലാസ് എടുക്കുന്നത്. എല്ലാവരും ഖുർആൻ തുറന്നു വെച്ചിട്ട് ഓതിപ്പഠിക്കുകയും അതിലെ നിയമങ്ങൾ, തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഓതാൻ ശ്രമിക്കുകയും മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി ഉണർത്തുന്നു. സൂറത്തുൽ കാഫിറൂൻ ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ കാഫിറൂൻ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. ഈ ആയത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഖുൽ യാ, ഇവിടെ ഖുൽ യാ അടുപ്പിച്ച് പറയാൻ പാടില്ല. ഖുൽ യാ അങ്ങനെയല്ല. ഖുൽ യാ. ഓക്കെ, ഒന്നത്. മറ്റൊന്ന് യാ. ഇവിടെ മദ് മുൻഫസിലാണ്. 3-4 ഹർക്കത്തിന്റെ നീട്ടമാണ് വേണ്ടത്. അതായത് നമ്മൾ 1, 2, 3, 4 ഇങ്ങനെയാണ് ഓരോ ഹർക്കത്തിൻ്റെയും നീട്ടൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് നീട്ടി നോക്കാം. ഖുൽ യാ അത്ര പാടുള്ളൂ. അധികം നീട്ടിയാൽ 5-6 ഹർക്കത്തിന്റെ നീട്ടം നീട്ടിയാൽ മദ് മുത്തസിലാവും. അതിന് നിയമം വേറെയാണ്. ഓക്കെ, അപ്പോൾ നോക്കാം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. അടുത്ത ആയത്ത് ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. ഇവിടെ ലാ മദ് മുൻഫസിലാണ്. 3-4 ഹർക്കത്തിന്റെ നീട്ടം വേണം. ലാ അത്ര പാടുള്ളൂ. ലാ അത് മദ് മുത്തസിലാണ്, അത്ര പാടില്ല. അപ്പൊ അങ്ങനെ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. അടുത്ത ആയത്ത് വലാ അൻതും ആബിദൂന മാ അഅ്ബുദു. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വലാ അൻതും. വലാ മദ് മുൻഫസിലാണ്. 3-4 ഹർക്കത്തിന്റെ നീട്ടം വേണം. മറ്റൊന്ന് അൻതും, അൻതും എന്നല്ല, അൻതും രാഗത്തോടുകൂടി ഓതണം. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു. മാ അവിടെയും 3 ഹർക്കത്തിന്റെ, 3-4 ഹർക്കത്തിന്റെ മദ് ജായിസ് മുൻഫസിലാണ്. അതുകൊണ്ട് 3-4 ഹർക്കത്തിന്റെ നീട്ടം വേണം. മാത്രമല്ല മാ അഅ്ബുദ്, അവിടെ ദാലിന് ഹുറൂഫുൽ ഖലഖിലെ അക്ഷരമാണ് ദാല്. അതുകൊണ്ട് തന്നെ ആ ദാല് ഇദ്ഹാർ ചെയ്യണം, വ്യക്തമാക്കി ഉച്ചരിക്കണം. മാ അഅ്ബുദ്, ദ് എന്നുള്ള ഉച്ചാരണം കേൾക്കണം, ദാലിന്റെ ഉച്ചാരണം കേൾക്കണം. വീണ്ടും ഓതിത്തരാം. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു. ഓക്കെ, അടുത്തായത് വലാ അന ആബിദും മാ അഅബദ്തും. ഇവിടെ വലാ അന മദ് ജായിസ് മുൻഫസിലാണ്. അതുകൊണ്ട് 3-4 ഹർക്കത്തിന്റെ നീട്ടം. വലാ അന ആബിദും മാ അഅബദ്തും. ഇവിടെ ആബിദുൻ മാ എന്നല്ല, കൂട്ടി ഓതണം. ആബിദും മാ, മീമിന് ശദ്ദുണ്ട്, കട്ടി കൂട്ടണം. ആബിദും മാ അഅബദ്തും. ഓക്കെ, അടുത്തായത് വലാ അൻതും. അവിടെയും മദ് ജായിസ് മുൻഫസിലാണ്. 3-4 ഹർക്കത്തിന്റെ നീട്ടം വേണം. അൻതും മുകളിൽ പറഞ്ഞു. അന്തും നൂന്നെ മണിക്കണം, രാഗത്തോടുകൂടി മണിച്ചിട്ട് വേണം ഓതാൻ.
വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്. മാ 1 2 3 മാ. ഓക്കെ, മദ് മുൻഫസിൽ 3 4 ഹർക്കത്തിന് നീട്ടം. പിന്നെ അഅ്ബുദ്, അഅ്ബുദ് ഇദ്ഹാർ ചെയ്യണം, മുകളിൽ പറഞ്ഞ തന്നെ. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്. അടുത്തത് ലക്കും ദീനുക്കും വലിയ ദീൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ലക്കും ദീനുക്കും. എല്ലാ ആളുകളും, പല ആളുകളും ദീനക്കും എന്ന് ഓതാറുണ്ട്. അത് തെറ്റാണ്. ദീനക്കും എന്നല്ല, പ്രത്യേകം 3 4 5 പ്രാവശ്യം നിങ്ങൾ പറയണം. ലക്കും ദീനുക്കും, ലക്കും ദീനുക്കും. ലക്കും ദീനക്കും ആയി മാറുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ലക്കും ദീനുക്കും വലിയ ദീൻ. ഓക്കെ, ഇനി വീണ്ടും ഒന്ന് ആവർത്തിക്കാം. നിങ്ങൾ എൻ്റെ കൂടെ ഓതണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അഅബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. ഓക്കെ, ഇപ്രകാരം പരമാവധി തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഓതിപ്പഠിക്കുക, മനഃപ്പാഠമാക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.